In today's episode of the interview series about Devaraja Master, we have as our guest Sri Ravi Menon, Programming Chief of the 4th News Channel. Ravi ji was formerly the music research head of the Madhubhumi newspaper, and he's also a true movie music historian in the essence, having written several works about different movies and their music inside of them, including Soja Rajakumari, Yengane Naam Marakkum, Meri Awaaz Suno, Murigalil Sangeethamai, Hriday Geethangal, and Nakshatra Deepangal. Apart from this, he has not only interviewed several personalities in the Malayalam and Indian film music industry, but has written countless articles about his own interactions and workings, including a multitude of them with Devaraja Master. Namaskaram, sir. Namaskaram, Navneet. Thank you so much for joining me. It's a privilege for me. In terms of you as a journalist, and many people have told me about how close you were, not only as a journalist, but even as a personality to Master, and the depth of the relationship that you both shared. When did you meet Devaraja Mash for the first time, and how did that first interaction go? അതൊരിക്കലും മറക്കാൻ പറ്റില്ല നവനീത്. കാരണം എന്താ വെച്ചാല് നമ്മുടെ ഒരു ഐഡൽ എന്ന് പറയുന്ന ഒരാളെ കാണുകയാണ്. വളരെ ആക്സിഡന്റൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അതായത് ഒരു CPIയുടെ ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് നടക്കുകയാണ് കാലിക്കറ്റില്. അപ്പൊ അത് മുതലക്കുളം എന്ന് പറഞ്ഞൊരു മൈതാനമുണ്ട് കോഴിക്കോട്. അപ്പൊ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ ഞാൻ വെറുതെ അവിടുത്തെ പ്രസംഗമൊക്കെ കേൾക്കാൻ വേണ്ടി പോയതാണ്. പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരാളിങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷ കയറി ഇങ്ങ് പോയി. അപ്പൊ ഞാൻ ഇദ്ദേഹം പെട്ടെന്ന് ഒരു വെളുത്ത ഷർട്ടും മുണ്ടൊക്കെ ഇട്ട ഒരാളാണ്. പെട്ടെന്ന് ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോ എവിടെയോ കണ്ടൊരു ഓർമ്മ. ദേവരാജ മാഷ് ഒരിക്കലും അവിടെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മള്. അപ്പോ അതെ, ഓട്ടോറിക്ഷ കയറി പോയി കഴിഞ്ഞ ഞാനിങ്ങനെ ആലോചിച്ചു ആരായിരിക്കും അത്. പെട്ടെന്ന് എനിക്ക് ആ മുഖം ഇങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. അയ്യോ, ദേവരാജ മാഷായിരുന്നല്ലോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇതുവരെ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോ അന്ന് ഞെട്ടിപ്പോയി. അയ്യോ, ഒന്ന് കാണാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല. കാരണം സംസാരിക്കാനൊന്നും എനിക്ക് ധൈര്യമില്ല. കാരണം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുള്ളി ചിലപ്പോ അടിക്കുന്നു. ഏഷ്യക്കാരനാണെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് കർക്കശക്കാരനാണെന്ന് അറിയാലോ. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് കാലിക്കറ്റിൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹിന്ദുവിൽ, NJ നായർ എന്നാണ് പേര്. പുള്ളി ഒരു മ്യൂസിക് ബഫാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കോൺവെർസേഷൻസ്, മ്യൂസിക്കൽ കോൺവെർസേഷൻസ് ഒക്കെ നടക്കും. അപ്പൊ അദ്ദേഹത്തിന് അറിയാം എനിക്ക് മ്യൂസിക്കിൽ താല്പര്യമുണ്ട്, ദേവരാജ മാഷ പാട്ടുകളോടൊക്കെ ഇഷ്ടമാണെന്നൊക്കെ അറിയാം. അപ്പൊ NJ നായരാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ അറിഞ്ഞിട്ടില്ല അത്. ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ദേവരാജ മാഷോട് പറഞ്ഞു ഇങ്ങനെ രവി മേനോൻ എന്നൊരു ജേർണലിസ്റ്റ് ആണ്. പക്ഷെ എന്നാലും ജേർണലിസ്റ്റ് ആണെന്ന് വെച്ചാൽ മാഷ്ക്ക് തോന്നുന്നു ഒരു എന്തോ ഒരു ഭിത്തി വരും അതിന്റെ ഇടയ്ക്ക്, ഡിവൈഡ് ഉണ്ട്. പക്ഷെ എന്നാലും പറഞ്ഞു ഈവൻ ദോ ഈസ് എ ജേർണലിസ്റ്റ് ഈസ് എ ഗുഡ് മാൻ. അപ്പോ അത് കാണാം. അപ്പൊ എന്നെ കോഴിക്കോടാണ് ഞാൻ. അപ്പൊ NJ വിളിച്ച് പറഞ്ഞു എന്നോട് രവി പോയി കാണണം, മാഷ് അവിടെ വരുന്നുണ്ട്, മാഷ് കാണണം. ഞാൻ പറഞ്ഞു അയ്യോ മാഷ് അന്ന് പേടിക്കുന്നു വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ മാഷ് അതൊരു ചികിത്സയ്ക്ക് വന്ന ഒരു ഡോക്ടർ കൺസൾട്ടന്റ്, ചെറിയൊരു എന്തോ ഒരു മെഡിക്കൽ ഒരു ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ഉണ്ട്, ഭയങ്കര ലോയൽ ഫാനാണ്, ദിനേശ് എന്ന് പറഞ്ഞത്. സംസാരിച്ചിട്ടുണ്ട്. അതെ, ദിനേശിന്റെ അടുത്ത് മാഷ എല്ലാ കളക്ഷനും ഉണ്ട്. മാഷ ഭയങ്കര ഒരു ഫാനാണ്. അപ്പൊ ഈ ദിനേശിന്റെ ഫ്ലാറ്റിൽ, ദിനേശ് അന്ന് ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ആണ്, പോലീസിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പോലീസ് ക്വാർട്ടേഴ്സിൽ അതിന്റെ ഫ്ലാറ്റ് ഉണ്ട്. അവിടെയാണ് മാഷ്. അപ്പൊ മാഷ് സാധാരണ പോകുമ്പോ ഈ വലിയ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ റിസോർട്ടുകളൊന്നും താമസിക്കില്ല സാധാരണ. ചെയ്യുന്നതും ഈ ഫ്രണ്ട്സിന്റെ വീടുകളില്, ഫാൻസിന്റെ വീടുകളിലൊക്കെ താമസിക്കുക. ചെറിയ വീട്, അത്ര വലിയ ഫ്ലാറ്റ് ഒന്നും അല്ലത്. അപ്പൊ ഞാൻ ചെന്നു ദിനേശിനെ വിളിച്ചപ്പോ ദിനേശ് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ എനിക്ക് ആ സീനൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോ റൂമില് മാഷ് അവിടെ കിടക്കുന്നുണ്ട്. മാഷ് റൂം ദിനേശ് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോ മാഷ് ഇങ്ങനെ കിടക്കുകയാണ് അവിടെ. മാഷ് കിടക്കുമ്പോ അവിടെ ഒരു CD പ്ലെയർ വെച്ചിട്ടുണ്ട്. ആ പാട്ടിങ്ങനെ മാഷ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോ ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പാട്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ കേട്ട പാട്ട് കാമിനി കാവ്യമോഹിനി കാളിദാസന്റെ ആ പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, മാഷ് ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ കുറച്ചു നേരം നിന്നു. മാഷ് ഇങ്ങനെ കിടക്കുന്ന ഭാഗത്തുനിന്ന് ദിനേശ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രവി വന്നു. മാഷ് ഇങ്ങനെ തിരിഞ്ഞു. ആ തിരിഞ്ഞു നോട്ടവും അപ്പൊ എനിക്ക് പുള്ളി സമ്മാനിച്ച ചിരിയുണ്ട്. ആ ചിരി ഒരിക്കലും മറക്കില്ല. കാരണം എന്നോട് NJ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാഷ് കണ്ടിഷ്ടപ്പെട്ട് ചിരിച്ചാല് രവി രക്ഷപ്പെട്ടു.
കാരണം ആദ്യ നോട്ടത്തില് മാഷ് മനസ്സിലാക്കും, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും മാഷ് അദ്ദേഹം എനിക്ക് പറ്റിയ ആളാണോ എന്നുള്ളത്. എന്റെ ഒരു ഭാഗ്യത്തിന് who is he to me? Yeah. അതെ അതെ അത് മനസ്സിലാക്കും. അപ്പൊ ഈ സ്മൈൽ അറ്റ് മീ ആൻഡ് ഐ വാസ് ബൗൾഡ് ഓവർ ആ സ്മൈലില്. Wow. അങ്ങനെ ഞാൻ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇങ്ങനെ കിടന്നു. ഞാൻ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, എന്റെ കഥകളൊക്കെ ചോദിച്ചു. പാട്ടിനെ പറ്റിയൊന്നുമല്ല, ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സെക്കൻഡ് പെരിയാറെ എന്നുള്ള പാട്ടാ വന്നത്. ആ റെക്കോർഡ് പെരിയാറെ കേട്ടിട്ട് പുള്ളി പറയാണ്, ഒരു ആത്മകഥമാതിരി പുള്ളി പറയാണ്, ഓ അന്നത്തെ കാലത്തെ റെക്കോർഡിസ്റ്റുകൾ എത്ര ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്ന ഒരു കാലാണത് റെക്കോർഡിങ്ങിൽ. പക്ഷെ അവരന്ന് അത്ര സാക്രിഫൈസ് ചെയ്തു, അവര് വളരെ അവേഴ്സ് ആൻഡ് അവേഴ്സ് ഈ റെക്കോർഡിങ്ങിന് വേണ്ടി ചെലവഴിച്ചു. അതുകൊണ്ട് ഈ ക്വാളിറ്റിയിൽ നമ്മൾ കേൾക്കാൻ പറ്റുന്ന ആ പാട്ടുകൾ സ്റ്റീരിയോ ഒന്നും അല്ലെങ്കിൽ പോലും എത്ര ക്വാളിറ്റിയിലാണ്. അപ്പൊ എപ്പോഴും ആ മാഷ്, ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, മാഷ് റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ട്, അത് മാഷിന്റെ പാട്ടുകളുടെ റെക്കോർഡിങ് ഒരു പ്രത്യേകതയാണ്. അന്നത്തെ മറ്റ് കമ്പോസേഴ്സിന്റെ റെക്കോർഡിങ്ങിൽ വളരെ ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോഴും അത് ഈ കാലഘട്ടത്തിന് അനുസരിച്ചിട്ടുള്ള പാട്ടുകളാണ് തോന്നുന്നു. അത്രയും നല്ല സൗണ്ടിങ് ആണ് ആ പാട്ടുകൾ, 50s-ലും 60s-ലൊക്കെ ഉള്ള പാട്ടുകൾക്ക്. അപ്പൊ അതാണ് എന്റെ ആദ്യത്തെ ഓർമ്മ. പിന്നെ മാഷ് കുറെ സംസാരിച്ചു, പിന്നെ അതിന്ന് തുടങ്ങുകയാണ് ഞങ്ങളുടെ ഒരു കാരണം ഞാൻ ഒരിക്കലും മാഷുമായിട്ട് ഇങ്ങനെ കാരണം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് മാഷ് ഭയങ്കര ടഫാണ്. പക്ഷെ എന്തോ അറിയില്ല, സം സോർട്ട് ഓഫ് കെമിസ്ട്രി, ആ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് തുടങ്ങിയത്. That's beautiful. Who is the sound recordist for Periyare? ആ ഗാനത്തിന് ആരായിരുന്നു ശബ്ദലേഖനം ചെയ്തത്? എനിക്ക് തോന്നുന്നത് കണ്ണൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ണനെ പറ്റിയാണ് പറഞ്ഞത്. പല റെക്കോർഡിസ്റ്റുകളെ പറ്റി പറഞ്ഞു, കണ്ണൻ, വിശ്വനാഥൻ, അങ്ങനെ കുറെ ആളുകളെ പറ്റി പറഞ്ഞു. അപ്പൊ ഇത് കണ്ണനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ ആ കാലത്ത് മലയാളത്തിലെ ഒരുമാതിരി ലെജൻഡറി സോങ്സ് ഒക്കെ കണ്ണനാണ് റെക്കോർഡ് ചെയ്തത്. രേവതി സ്റ്റുഡിയോയിലെ കണ്ണനാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതെ കേട്ടിട്ടുണ്ട്. പെർഫെക്ഷനോട് കൂടി റെക്കോർഡ് ചെയ്യുന്ന ആളാണ്, നല്ല മ്യൂസിക് സെൻസ് ഉള്ള ആളാണ്. No, that's wonderful. So I mean, that's good to know that chemistry was even sparked on that first interaction. Yeah. So love at first sight. First sight, right? So how is interviewing Devaraja Master from a journalist perspective in that sense? Because I know you were one of the few journalists. I know I've heard from many that Devaraja Mash, he was very reluctant to do interviews with a lot, but for you, he did interviews specifically. ഞാൻ അതെന്താ കാരണം വെച്ചാൽ ഞാൻ തന്നെ അതിന് വിറ്റ്നസ് ആണ്. കാരണം ഞാൻ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രങ്ങളിൽ നിന്നൊക്കെ ആള് വിളിക്കും. അപ്പൊ അതിന്റെ ഒരു റിയാക്ഷൻ എന്താ, ചിലപ്പോ ഹിന്ദു അങ്ങനെ പല ആൾക്കാരും വിളിക്കാറുണ്ട്. വിളിക്കുമ്പോ പെട്ടെന്ന് മാഷല്ലേ എനിക്കൊരു ഇന്റർവ്യൂ വേണം എന്ന് പറയുമ്പോൾ മാഷിന്റെ റെസ്പോൺസ് ആണ്, എനിക്ക് വേണ്ട. ഇത് ഞാൻ കേൾക്കാറുള്ളതാ. അതുകൊണ്ട് മാഷോട് ഒരിക്കലും നമുക്ക് ഇന്റർവ്യൂ, അതെ. പക്ഷെ അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ആ സമയത്ത് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഞാൻ ഈ അദ്ദേഹമായിട്ട് ആദ്യം മീറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ആ ഫസ്റ്റ് മീറ്റിംഗിന്റെ ഓർമ്മ എന്താന്ന് വെച്ചാല്, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയി, കുറച്ചു കാലം ഹോസ്പിറ്റലിൽ കിടന്നു, കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയപ്പോ ഞങ്ങളൊരു കാറില്, അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സലാം എന്ന് പറഞ്ഞിട്ട്, മാഷിന്റെ വലിയ ഫാനാണ്, സിംഗറാണ്. അപ്പൊ സലാമിന്റെ ഒരു കാറില് സലാമുണ്ട്, ഞാനുണ്ട്, പിന്നെ പ്രദീപം എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിലെ റിപ്പോർട്ടർ വേണു, ഒരു വെറ്ററൻ സോങ് റൈറ്ററാണ്. ദേവരാജ് മാഷുമായിട്ടും ബാബുരാജൊക്കെ ആയിട്ട് വലിയ അടുപ്പുള്ള ആളാണ്. അപ്പൊ ഈ ഞങ്ങൾ 3 പേരും മാഷയും കൊണ്ട് ഈ കാറില്, സലാമിന്റെ കാറില് ടൗണിൽ കൂടി ഇങ്ങനെ പോവാണ്. അപ്പോ മാഷിന് കോഴിക്കോട് അധികം വരാറില്ലല്ലോ. അപ്പൊ കോഴിക്കോട്ടൊക്കെ ഒന്ന് പോയി കാണാം, സ്ഥലങ്ങളൊക്കെ കാണാം. പിന്നെ മാഷ്ക്ക് പല ആൾക്കാരെ കാണാനാണ്. അപ്പൊ അതും കൂടി കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പൊ കോർണേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ എത്തിയപ്പോ ഈ വേണുവേട്ടൻ ബാബുരാജിന്റെ ഒരു വലിയ ഫ്രണ്ടായിരുന്നു. ബാബുരാജിന്റെ ബാബുക്കയുടെ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. അപ്പോ ഇദ്ദേഹം ബാബുക്കയെ പറ്റി ഇങ്ങനെ ഓരോ കഥകൾ പറയാണ്, വളരെ ഫെയറി ടെയിൽ സ്റ്റോറീസ് ആണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ കോർണേഷൻ തിയേറ്ററിന് മുമ്പിൽ ഇരുന്നിട്ടാണ് പണ്ട് ബാബുക്ക പാടിയിരുന്ന ഒരു കാലം. ആ ബാബുക്കയെ അവിടെ വെച്ചിട്ടാണ് ഒരു പോലീസുകാരൻ അഡോപ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ ഈ കഥയൊക്കെ പറയുമ്പോൾ മാഷ് പറഞ്ഞു, നമുക്ക് അവിടെ നിർത്താം, കാർ അവിടെ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇങ്ങനെ വളരെ എന്താ പറയാ സൗമ്യമായിട്ട് ആ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി, ബാബുരാജ് ഇരുന്നിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, ബാബുരാജ് അന്ന്
യാത്ര ചെയ്ത സ്ഥലങ്ങളിലൂടെ, ബാബുരാജിന്റെ വീടിന്റെ പരിസരത്തെ കൂടെ ഒക്കെ ഞങ്ങൾ കാർ ഓടിച്ചു പോയി മാഷിക്ക് കാണാൻ വേണ്ടിയിട്ട്. അത് ശരി. അപ്പൊ മാഷ് ഞാനപ്പോഴും അല്ലെങ്കിൽ ഒരു കമ്പോസർ വേറൊരു കമ്പോസറോട് ഞാൻ പല കമ്പോസേഴ്സും മറ്റ് കമ്പോസേഴ്സിനെ പറ്റിയിട്ട് വളരെ മോശമായി സംസാരിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രൊഫഷണൽ റൈവൽറി ഈസ് ദേർ, നോ? Yeah, of course. In the industry, there's always going to be that. അതെ, ചിലരൊക്കെ അക്സെപ്റ്റ് ചെയ്യാം, ചിലപ്പോ നമ്മളെ എടുത്ത് നന്നായിട്ട് പറഞ്ഞേക്കാം. ഒരു സോഷ്യൽ ഗ്യാതറിംഗിൽ ചിലപ്പോൾ ഒരു കമ്പോസറെ പറ്റി നന്നായി പറയും, പക്ഷെ പേഴ്സണൽ ടോക്കിൽ മോശമായിട്ടും പറയാം. അപ്പൊ ഈ കോൺട്രാസ്റ്റ് എന്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് അത്ഭുതം. കാരണം ദേവരാജ് മാഷിന്റെ അന്നത്തെ റൈവലാണ് ബാബുരാജ്. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും റൈവൽസ് ആണ്. ഹിറ്റ്സ് ഉണ്ടാക്കുന്ന രണ്ടുപേരും, രണ്ട് കോമ്പിനേഷൻസ്. അപ്പൊ ഒരിക്കലും പക്ഷെ ഈ മ്യൂച്വൽ അഡ്മിറേഷൻ ഉണ്ടായിരുന്നിരിക്കുകയാണ് അവർ തമ്മിൽ. അപ്പൊ മാഷ് ഇങ്ങനെ പറയും എൻ്റെ അടുത്ത്, ഞാൻ അധികം ബാബുരാജായിട്ട് ഇടപെട്ടിട്ടില്ല, പക്ഷെ മാഷ് തന്നെയാണ് ബാബുരാജ് മരിച്ചപ്പോ ബാബുരാജിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത്. മാഷും രാഘവ മാഷ അതെ കൊണ്ടെന്ന് വെച്ച്. അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അതുമാതിരി ബാബുരാജിന്റെ മകള് പറയുന്ന ഒരു അനുഭവം ഉണ്ട്. അതായത് സാബിറാത്താന്ന് ഞാൻ വിളിക്കുക. അപ്പോ സാബിറാത്ത കല്യാണത്തിന് 73 മറ്റാണ് കല്യാണ സമയത്ത്, കല്യാണത്തിന് എല്ലാവരും വന്നു, കോഴിക്കോട് വെച്ച് കല്യാണം. അപ്പം അധികം ആളുകളൊന്നും മദ്രാസിലെ മ്യൂസിക് ഫെർട്ടേണിറ്റിന്ന് അധികം ആളുകളൊന്നും വന്നിട്ടില്ല, ദേവരാജ് മാഷൊന്നും വന്നിട്ടില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. ഇപ്പൊ ദേവരാജ് മാഷ് അന്ന് വേറൊരു മ്യൂസിക് ഡയറക്ടറാണല്ലോ, ഒരു റൈവൽ മ്യൂസിക് ഡയറക്ടർ കൊണ്ട് വരുന്ന പ്രതീക്ഷയില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഒരു പാഴ്സല് സാബിറാത്തേക്ക് കിട്ടുന്നു. ആ പാഴ്സലിൽ ഒരു പുത്തൻ സാരിയാണ്, ഗംഭീര ഒരു സാരി. എന്നിട്ട് മാസ്റ്റർ അയച്ചു, ബാബുരാജിന്റെ മകൾക്ക് എന്റെ വക എന്ന് പറഞ്ഞിട്ട് സാരി അയച്ചിരിക്കും. കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞു സാബിറാത്ത്. കാരണം ആ സാരി എടുത്തിട്ടാണ് പിറ്റേ ദിവസം അവര് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയത്. അതെ അതെ. അതുപോലെ എനിക്ക് വേറൊരു അനുഭവം, MSVയും ദേവരാജ് മാഷ് ഒരുമിച്ച്, ഞാനൊരു കല്യാണത്തിന് വെച്ചിട്ട് ഇവർ രണ്ടുപേരും വന്നൊരു കല്യാണം. ആ കല്യാണ സമയത്ത് ഞാൻ ചെന്ന സമയത്ത് ഒരു എന്റെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ഇതിനൊരു വിറ്റ്നസ് ആവാൻ കഴിഞ്ഞു. അതായത് ദേവരാജ് മാഷ് വരുന്നു, ഒരു സൈഡിൽ നിന്ന് MSV വരുന്നു, രണ്ടുപേരും മ്യൂച്വൽ അഡ്മിറേഷനോട് കൂടി തൊഴുതിട്ടാണ് നിൽക്കുന്നത്. ദേവരാജ് മാഷ് തൊഴുന്നു, MSV ഇങ്ങോട്ട് തൊഴുന്നു. അപ്പൊ അവര് തമ്മിൽ ഭയങ്കര അഡ്മിറേഷനോട് കൂടിയിട്ട് മാഷ് പറയാണ്, ഞാൻ ഇന്നലെ മലർക്ക് തെൻട്രൽ എന്ന് പറയുന്ന നിങ്ങളുടെ പാട്ട്, സുശീലമ്മയുടെ പാട്ട്, എല്ലാവരും ഈശ്വരി രണ്ടുപേരും കൂടി പാടിയതാ, അസാധ്യ പാട്ട്, ഓ എന്തൊരു പാട്ടാണത് എന്ന് മാഷ് പറയുന്നു. അപ്പൊ MSV പറയുന്നു, അതെല്ലാം നിങ്ങളുടെ പാട്ടുകൾ എന്താ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് അവര് പരസ്പരം ഗംഭീരമായിട്ട്. അപ്പൊ മാഷ് പറയാണ്, ഈ പത്മശ്രീ ഒന്നും കിട്ടിയില്ല എന്നിട്ട് എന്ത് കാര്യം, ഇതൊക്കെയാണ് പത്മശ്രീ ഒക്കെയാണ് വില, നമ്മള് നല്ല പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ള വലിയ എന്നൊക്കെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അഡ്മിറേഷൻ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇതായി തോന്നുന്നു. ഒരു കമ്പോസർക്ക് വേറൊരു കമ്പോസർക്ക് തോന്നാവുന്ന സ്നേഹം അത് സ്വയം പ്രകടിപ്പിക്കുക. രാഘവ മാഷ് പറഞ്ഞിട്ടുണ്ട്, രാഘവ മാഷ് ഒരു ദിവസം ദേവരാജ് മാഷ് വിളിച്ചിട്ട് ആ നീലക്കുയിലിന്റെ പാട്ടുകളെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചു. അപ്പോ അത് ഒരു സാധാരണ കാണാത്തൊരു കാര്യമാണത്. അപ്പൊ എനിക്ക് ആ മാഷോട്ടുള്ള ബഹുമാനം കൂടിക്കൂടി വരിക അത് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ. അതൊക്കെയാണ് ആദ്യത്തെ ആ കാഴ്ച എന്നുള്ള ഓർമ്മ. Oh, that's no. I didn't know about the. I've heard a lot of stories about Devaraja Mash helping people, and especially angane oru publicized help alla. Angane it's a very it's coming from a very genuine place because if I'm not wrong, I think I might have read in one of your writings as well. Just to point it out, I think when Babuka unfortunately passed away in 1978, our last movie in Harihansar directed. I think Devaraja Mash helped arrange it and make sure. Yagashram. So, I mean, yeah. ഭയങ്കര നമുക്ക് ഒരു മനുഷ്യന് ആക്ച്വലി ഐ എം കമ്പോസർ എന്ന നിലയ്ക്ക് മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നത്. പ്യൂർ ഹ്യൂമൻ ബീയിങ്. അങ്ങനെ ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരിൽ ഒരാളാണ് മാഷ്. I think I heard one great saying about Mash. He's like a coconut. In fact, he might be rough on the outside, but ഉള്ളില് വളരെ ഒരു ശുദ്ധ നല്ല മനുഷ്യനാണ്. More than 99% of human beings. അതെ എല്ലാം ചീത്ത പറയും, എന്നെയൊക്കെ ഓരോന്ന് പറയുന്നത് തർക്കിക്കും അതൊക്കെ. പക്ഷെ എന്നാൽ പോലും ഉള്ളിൽ ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. എനിക്കെപ്പോഴും അദ്ദേഹത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഓർക്കും കണ്ണ് നിറയാറുണ്ട്. എനിക്ക് മാഷെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞാൻ വളരെ എമോഷണൽ ആവും. അതൊരു honesty, that was his principle. I always felt. നമുക്ക് വേണമെങ്കിൽ മാഷെ വ്യൂ പോയിന്റ്സ് നമുക്ക് എതിർക്കാം, നമുക്ക് എല്ലാ വ്യൂ പോയിന്റ്സും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. പ്രത്യേക രീതിയിലുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെയാണ്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹത്തിന്റെ മനസ്സുണ്ട്. അദ്ദേഹം വേറൊന്നും പറയില്ല, ഇതാണ് എന്റെ നിലപാട്, എന്റെ ചിന്ത ഇതാണ് എന്ന് അദ്ദേഹം പറയും. ഒരു വലിയൊരു
he's there was never, I say this everywhere that I go, but I think it's Oru Devaraja Mash. I mean, you cannot have a Devaraja Mash after Devaraja Mash. He is himself, and to the truest extent as well. And then talking about going back to the connection between you and Master, right? If I'm not wrong, you accompanied him in his twilight years when he composed his final album, Guru Devam. I mean, Yeah. that is a very, very rare experience. What did you take away from that? And I mean, how was that whole journey as a whole, being with Master and Leelamani Amamma, and how was it? അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് കേരള കൗമുദിയിൽ വർക്ക് ചെയ്യാണ്. കേരള കൗമുദിയിൽ സ്പോർട്സ് എഡിറ്റർ. Yes. അപ്പോ അന്ന് ചീഫ് എഡിറ്റർ MS മണി സാറാണ്. ഭയങ്കര മ്യൂസിക് ബഫാണ്. ഭയങ്കര ക്ലാസിക്കൽ മ്യൂസിക്കും ഹിന്ദി ഫിലിം മ്യൂസിക്കും മലയാളം മ്യൂസിക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞങ്ങൾ ഇടയ്ക്ക് അതെ എനിക്ക് കോൺവെർസേഷൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഓഡിയോ ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുക. കൗമുദി ഓഡിയോസ് എന്ന് പറഞ്ഞിട്ട്, കൗമുദി മ്യൂസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ ബിസിനസ് തുടങ്ങാം. അന്ന് CDs ഉള്ള കാലമാണ്. അപ്പം എന്താണ് ആദ്യമായിട്ട് ഇറക്കേണ്ട ഒരു ആൽബം എന്നൊരു ചിന്ത വന്നു, ഡിസ്കഷൻ വന്നു. അപ്പൊ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ ആ മീറ്റിങ്ങിൽ പറഞ്ഞു, ദേവരാജ മാഷ് എന്നോട് ഒരിക്കലും പറഞ്ഞിരുന്നു, അദ്ദേഹം ഗുരുവിന്റെ കുറച്ച് കൃതികൾ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ആർക്കും ഇറക്കാൻ താല്പര്യമില്ല. ഞാൻ പലരോടും പറഞ്ഞു, പലരും ഇറക്കാന്നൊക്കെ പറഞ്ഞു, പ്രോമിസ് ചെയ്തു, പക്ഷെ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ അത് ചെലവാകുമോ എന്നൊക്കെ പേടിയുണ്ട്. ഈ സാധനം കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എപ്പോഴെങ്കിലും ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് മാഷ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മണിസാറോട് പറഞ്ഞു. അപ്പൊ മണിസാറോ നമ്മളത് ഇറക്കിയിരിക്കും, വി ആർ ബ്രിങ്ങിങ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ മോമെന്റില് അപ്പൊ എന്നോട് തന്നെ മാഷ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ മാഷ് വിളിച്ചപ്പോ മാഷിക്ക് സന്തോഷമായി. മാഷ് എന്നോട് അപ്പൊ തന്നെ പറയാ, പിന്നെ ഞാനിത് കൗമുദി ഇറക്കുന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ, ദേവമേനോൻ പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു മാഷ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് മതി മാഷെ പറഞ്ഞു, ആ പാട്ട് ആളുകൾ കേൾക്കുമല്ലോ എന്തായാലും. അങ്ങനെ മാഷായിട്ട് ഡീല് പറയുന്നു. മാഷ് അതിന് വേണ്ടിയിട്ട് മദ്രാസിൽ നിന്ന് വരുന്നു. കൊല്ലത്ത് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ഞാൻ പോയിട്ട് പുള്ളിയെ കൊണ്ടുവരണം. ട്രിവാൻഡ്രം ഹോട്ടലിലെ ഒരു കോട്ടേജിൽ പുള്ളിക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അവിടെ നിന്ന് പുള്ളിയെ കൊണ്ടുവരുന്നു. കാറിൽ ആ യാത്രയൊക്കെ ഭയങ്കര രസമാണ്. അമ്മയുണ്ട്, ദേവരാജ മാഷുണ്ട്, പിന്നെ മധു ഉണ്ട് പുള്ളിയുടെ കൂടെ. ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വരുന്നു. അപ്പൊ ആ യാത്രയിലാണ് എനിക്ക് മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായത്. അവിടെ വെച്ച് ശാരദാമഠത്തിൽ, കൊല്ലം ശാരദാമഠത്തിന്റെ അടുത്തെത്തി. അതിന് മുന്നേ മാഷ് എന്നോട് പറഞ്ഞു, അവിടെ ഒന്ന് നിർത്തണം, എനിക്കൊരു കാര്യമുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മാഷ് ശാരദാമഠത്തിലും പിന്നെ അവിടെയൊക്കെ പോയി തൊഴുവൊക്കെ ചെയ്യുമോ? മാഷ്ക്ക് അങ്ങനെ ഭക്തി അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ മാഷ് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നോട് ഇറങ്ങി ഞാനും ഭാര്യ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, മാഷ് വിവാഹം നടന്ന സ്ഥലമാണത്. കഥയെന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ വിവാഹം നടന്ന ശേഷം പിന്നെ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോ ഈ വിവാഹത്തിന്റെ തമാശ അപ്പൊ അമ്മ പറഞ്ഞിട്ടാണ് അറിയണത്. അതായത് വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു തുളസിമാല മാത്രമേ പാടുള്ളൂ, വേറെ ആഭരണങ്ങളൊന്നും പാടില്ല, ബാക്കി അനാവശ്യമായ ചടങ്ങുകളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചടങ്ങിൽ കല്യാണം നടന്നു പോയതാണ്. വളരെ അടുത്ത ആളുകൾ മാത്രമേ പാടുള്ളൂ, വലിയ ആർഭാടം പാടില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണം നടന്ന കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ഇറങ്ങി. മാഷ് പുറത്ത് അവിടെ മുന്നിൽ പോയി നിന്നൊന്നുമില്ല. അമ്മ പോയിട്ട് അവിടെയൊക്കെ തൊഴുത് വലം വെച്ച് വന്നു. അപ്പൊ മാഷ് ഞങ്ങളായിട്ട് സംസാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ, ഞങ്ങൾ ആ എൻട്രൻസിന്റെ അവിടുന്ന് എക്സിറ്റിന്റെ അവിടേക്ക് വന്നപ്പോ പെട്ടെന്ന് മൈക്കിൽ കൂടെ ഇവിടുന്ന് ഒരു പാട്ട്, ഹരിവരാസനം എന്നുള്ള ഏതോ ഒരു അമ്പലത്തിൽ നിന്നുള്ള പാട്ടായിരിക്കണത്. അപ്പൊ കാറ്റിൽ അതിങ്ങനെ വന്നു, ഹരിവരാസനം കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് കണ്ടില്ലേ, മാഷ് ഇവിടെ ഉള്ളപ്പോ ഹരിവരാസനം കേൾക്കാന്ന് പറഞ്ഞാൽ എന്തൊരു യാദൃച്ഛികതയാണ് അത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, മാഷ് അതാണ് പറഞ്ഞു, മാഷ് ദൈവവിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും മാഷില് ദൈവത്തിന് വിശ്വാസം ഉണ്ട്, അതുകൊണ്ടല്ലേ ഈ പാട്ട് ഇവിടെ കേൾക്കണത്. അപ്പൊ മാഷ് പറഞ്ഞു, അതൊക്കെ വെറുതെ ഏതോ കല്യാണത്തിന് ഏതോ അമ്പലത്തിലോ ഒക്കെ വെക്കുന്നതായിരിക്കും, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ എപ്പോഴും വിചാരിക്കണ അതാണ്, മാഷ് ദൈവത്തിലൊന്നും വിശ്വാസമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിന്റെ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല പവർ, ആ പവറിൽ മാഷ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കണം ചിലപ്പോ ഈ ഇങ്ങനത്തെ യാദൃച്ഛികതയൊക്കെ അങ്ങനെ കുറെ അനുഭവങ്ങൾ അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുമാതിരി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിലിങ്ങ് പോന്നു. അപ്പൊ പുള്ളിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ അവിടെ. പക്ഷെ മാഷ് പറഞ്ഞൊന്നും വേണ്ട, ഒരു സാധാരണ ചായക്കടയിൽ പോയി നിങ്ങൾ ചായയും ദോശയൊക്കെ കഴിച്ചു. അപ്പൊ അവിടുത്തെ കൗണ്ടറിലിരിക്കുന്ന ആള് ഇദ്ദേഹത്തിന്റെ വലിയ ഫാനാണ് മാഷിന്റെ. അദ്ദേഹം വന്നു. മാഷ് അതുമാതിരി
കപ്പപ്പഴം ആണ് മാഷിന്റെ ഫേവറേറ്റ് ഒരു ഫുഡാണ്, കപ്പപ്പഴം. എന്നിട്ട് ഒരു കപ്പപ്പഴം വാങ്ങി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി. അങ്ങനെ ഈ താമസം തുടങ്ങിയ കമ്പോസിങ്, പുള്ളിയുടെ കമ്പോസിങ്. അതിനിടയ്ക്ക് ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, അല്ല ഒരു അബദ്ധം പറ്റി മേനോൻ. അപ്പൊ എന്താ? ഞാനത് പാട്ട് പാടി വെച്ചിരുന്നു, ഈ ട്യൂണുകൾ, ആ കാസറ്റ് എടുക്കാൻ മറന്നു പറഞ്ഞു. അപ്പം നമുക്ക് മാറ്റി പോസ്റ്റ്പോൺ ചെയ്യാൻ, നമുക്ക് പിന്നെ വേണ്ട, ഞാൻ മനസ്സിന്ന് അത് ആലോചിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്തു. പുള്ളി അത് ആലോചിച്ചെടുത്തു. അങ്ങനെയാണ് ജയചന്ദ്രൻ പാടി, അതില് കുറെ പേര്, എം ജി ശ്രീകുമാർ പാടി, അതെ അതെ, കുറെ പേര് പാടി. അവരൊക്കെ ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്നു. പിന്നെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം റെക്കോർഡിംഗ് തരങ്കിണിയിൽ വെച്ചിട്ടാണ്. അത് തരങ്കിണിയിലാക്കാൻ കാരണം എന്താ വെച്ചാൽ, അന്ന് പുള്ളിയുടെ ഫേവറേറ്റ് റെക്കോർഡിസ്റ്റ് കരുണാകരൻ അവിടെ ഉണ്ട്. കാരണം അന്ന് റെക്കോർഡിംഗിലില്ല, പക്ഷെ അദ്ദേഹം അവിടെ എപ്പോഴും യേശുദാസിന്റെ ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിയായിട്ട് അവിടെ ഉള്ള ആളാണ്. അപ്പൊ തരങ്കണിയിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ കരുണാകരൻ അവിടെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു തരങ്കണിയിൽ. അങ്ങനെയാണ്. അപ്പൊ റെക്കോർഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട്. അതെ, ലൈവ് റെക്കോർഡിംഗ് ആണ്. അപ്പൊ മാഷ് ഇങ്ങനെ കൺസോളിലിരിക്കും, റെക്കോർഡിസ്റ്റ് അവിടെ അടുത്തിരിക്കും. അപ്പൊ മാഷ് ഇങ്ങനെ ഇതിങ്ങനെ കണ്ണിങ്ങനെ അടച്ചിട്ടായിരിക്കുക മാഷ്. അപ്പൊ ഓർക്കസ്ട്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളിക്ക് ഏതോ ഒരു വയലിനോ എവിടെയെങ്കിലും ചെറിയൊരു എറർ വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ പുള്ളി അവിടെ നിർത്തും. അത് ആരാണ് ആ വയലിന് ആ എറർ, ആ കുഴപ്പം വരുത്തിയിട്ടുള്ള ആളെന്ന് അപ്പൊ ആ കണ്ണിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി പറഞ്ഞു. അത്രയും ഭയങ്കര സെൻസാണ്. അതെ അതെ, ആ ലൈവ്, അങ്ങനെ ലൈവ് റെക്കോർഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു അവസാനമായിട്ടുള്ള ലൈവ് റെക്കോർഡിംഗ് ആയിരിക്കും. തരങ്ങിണിയിൽ നിന്ന് അങ്ങനത്തെ ലൈവ് റെക്കോർഡിംഗ് ഇല്ല. അത് മാത്രമല്ല, ആ മാഷിന്റെ തന്നെ അവസാനത്തെ അതുപോലുള്ള ഒരു കാസറ്റ്, അതായത് ഫുൾ പുള്ളി ഇരുന്ന് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തിറങ്ങിയ കാസറ്റ് അതായിരിക്കണം എന്ന് തോന്നുന്നു. അത് ഭയങ്കര രസമായിട്ട് ചെയ്തു. ജയേട്ടനൊക്കെ ഒന്ന് പറയാം, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഒരിക്കലും സങ്കല്പിക്കുന്നില്ലല്ലോ അസാധ്യമാണ്. അത് പിന്നെ കുറച്ചു കാലം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ, അതാണ്. No, I wish I could have seen that recording. But I think for Devaraja Marsh, I think that gives a huge taste as to even the perfectionist that he was, even late into his career, right? Even to the last minute, he lived for music. Sangeetana jeevichadu അദ്ദേഹം. Yeah, definitely. And then in your opinion as a veteran writer, orator of music, of Sangeetam, what do you believe, as not just as a writer, but you've been a fan of Devaraja Marsh since childhood, right? What made you attracted to him and his compositions, or what made you think that he was different? What made you believe that made Devaraja Marsh different from his contemporaries or other personalities that you interviewed? What stood out to you the most about him? എനിക്കിപ്പോ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മള് ദേവരാജ മാഷ് ഓരോ കോമ്പോസിഷൻസ് എടുത്താല് അദ്ദേഹത്തിന്റെ ഒരു ഹാൾമാർക്ക് എന്ന് പറയുന്നത് ലിറിക്സിനനുസരിച്ച് ട്യൂൺ കൊടുക്കുക എന്നുള്ളതാണ്. ലിറിക്സിന്, അതായത് ലിറിക്സിന്റെ ഭാവം, ഒരു വാക്കിന്റെ ഭാവത്തിനനുസരിച്ച് അതിന്റെ അർത്ഥം കൺവേ ചെയ്യുന്ന രീതിയിൽ ട്യൂൺ ചെയ്യുക. അത് ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ ആരും അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. മഹാനായ നൗഷാദ് സാഹിബ് ഒക്കെ ഉണ്ട്, പക്ഷെ നൗഷാദ് സാഹിബ് പോലും ട്യൂൺ ഇട്ടിട്ട് എഴുതിച്ചിട്ടുണ്ട്. അതുമാതിരി ട്യൂണിന് മനോഹരമായ ക്ലാസിക്കൽ സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വേർഡിന് ഇന്നതാണ് അതിന് ആവശ്യമുള്ള ട്യൂൺ. ഇപ്പൊ ഉദാഹരണത്തിന് ധാരാളം പാട്ടുകൾ, ഇപ്പൊ അരികിൽ എന്നുള്ള പാട്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ തുടക്കം, അത് ആ പ്രോക്സിമിറ്റി എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ള തോന്നുക. അങ്ങനെ ഓരോ വേർഡിനും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഒരു പ്രണയം വാക്കുകൾ കൊണ്ടുവരുന്ന, പ്രിയതമ, അതുമാതിരി പ്രേമിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് പ്രേമം, അതെ, ആ പ്രേമം അതിൽ ഫീൽ ചെയ്യുന്നു. എത്ര മനോഹരമായിട്ട് ആ പ്രേമം ഫീൽ ചെയ്യുന്നു. മോഹത്തിന്റെ മുഖം ഞാൻ കണ്ടു മുഷിഞ്ഞിരിക്കുന്നു, പ്രേമദാഹത്തിന്റെ സ്വരം ഞാൻ കേട്ടു തളർന്നു. ആ തളർച്ച, ആ തളർന്നിരിക്കുന്നു. അതെ അതെ, അത് എനിക്ക് തോന്നുന്നു ആരും അങ്ങനെയൊന്നും ചെയ്യില്ല. അദ്ദേഹം തന്നെ പറയും, ഇതൊക്കെ എനിക്ക് ഒരു ഭ്രാന്തുള്ളതുകൊണ്ട് ചെയ്യുന്ന, ആരും വരികൾ എടുത്തിട്ട് അതിനെടുത്തിട്ട് ട്യൂൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു ട്യൂൺ എടുത്തിട്ട് ട്യൂൺ ഇട്ടാൽ മതി, നല്ല ആളുകൾക്ക് കാച്ചി ആയിട്ടുള്ള ഒരു ട്യൂൺ ഇടേ വേണ്ടു. പക്ഷെ ഇദ്ദേഹം എന്താ വെച്ചാൽ എഫേർട്ട് എടുത്തിട്ട്
അത് ആ വാക്കിനനുസരിച്ചിട്ടുള്ള ഒരു ഭാവം കൊടുക്കാൻ ശ്രമിക്കുക. അത് എനിക്ക് തോന്നുന്നു ഒരു ഒറ്റപ്പെട്ട ഒരാളാണ്. ഇന്ത്യൻ വേൾഡിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. കാരണം I don't ഒരു think so. വേർഡിന് എനിക്ക് തോന്നുന്നില്ല. അതൊരു അയാളുടെ ഒരു പാഷനാണത് ശരിക്കും. അദ്ദേഹം തന്നെ പറയാറുണ്ട്, അദ്ദേഹം ട്യൂൺ ചെയ്യുന്ന രീതി, അതായത് രാത്രി മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടാണ് കമ്പോസ് ചെയ്യാനിരിക്കുക. പൊതുവെ മിഡ് നൈറ്റ് കഴിഞ്ഞിട്ട് എല്ലാ ലോകം മുഴുവൻ ഉറങ്ങുകയായിരിക്കും. Yeah, when the world is silent, he speaks. He speaks. അപ്പോ ഹാർമോണിയം, ചിലപ്പോൾ ഹാർമോണിയം വെച്ചിട്ട് അല്ലെങ്കിൽ ഹാർമോണിയം ഇല്ലാതെ കമ്പോസ് ചെയ്യും. ട്യൂണ് കമ്പോസ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു. പെട്ടെന്ന് ആരും എല്ലാം കേട്ടിട്ട് പിന്നെ അത് ഹാർമോണിയൊക്കെ മടക്കി വെച്ച് പുള്ളി ഉറങ്ങുന്നു. പിന്നെ രാവിലെ എഴുന്നേൽക്കുകയാണ്. നേരത്തെ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യുന്നത് ഈ രാത്രി കമ്പോസ് ചെയ്ത് വെച്ച് ട്യൂൺ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഹി വിൽ ട്രൈ ടു റീകോൾ ദാറ്റ് ട്യൂൺ. ആ റീകോൾ ചെയ്യാൻ പറ്റെങ്കിൽ മാത്രമേ ആ പാട്ട് അദ്ദേഹം നിലനിർത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇഫ് യു കനോട്ട് റിമെമ്പർ ദാറ്റ്, അപ്പൊ തന്നെ ഉപേക്ഷിക്കുകയാണ്. ആ വേണ്ട അതെ, അദ്ദേഹത്തിന്റെ ലോജിക്ക് എന്താ വെച്ചാൽ എനിക്കിത് ഓർക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ആളുകൾക്ക് ഓർത്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അത് അദ്ദേഹം ഉപേക്ഷിച്ച് അടുത്ത ട്യൂണിലേക്ക് പോകും. പക്ഷെ അല്ലെങ്കിൽ ഉടനെ എന്ത് വെച്ചാൽ നൊട്ടേഷൻ എഴുതി വെക്കും. നൊട്ടേഷൻ എഴുതി വെച്ചിട്ട് ശേഖരനെ വിളിക്കും. രാവിലെ ഫോളിംഗ് ടൈമാണ് സ്റ്റുഡിയോയിൽ. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ ഓർക്കസ്ട്രക്കാരെയൊക്കെ അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒക്കെ റെഡിയായി വരുമ്പോൾ മാഷ് ചെല്ലും. ഓർക്കസ്ട്ര അറേഞ്ച്മെന്റും അസിസ്റ്റൻസും ശേഖരന്റെ വകയുണ്ടാവും. പക്ഷെ ആ റോള് മാത്രമേ ഉള്ളൂ ശേഖരന്. നൊട്ടേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ദേവരാം മാഷാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത്. Orchestration, all the interludes, they were all arranged by him. That's what I've heard. Everything ദേവരാം മാഷാണ്. He is the emperor of that song. അപ്പോ മറ്റ് കമ്പോസേഴ്സ് അങ്ങനെയല്ല. മറ്റു പല കമ്പോസേഴ്സും എക്സ്ക്ലൂഡിങ് രാഘവ മാഷൻ, MBS, ഐ തിങ്ക് ഒരുമാതിരി എല്ലാ കമ്പോസേഴ്സും ശേഖരനെ ഉപയോഗിച്ചിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുക, ഇന്റർലൂഡ്സ് ചെയ്യുക, ഇതൊക്കെ ശേഖരന് ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യാം. കാരണം ട്യൂൺ മേക്കേഴ്സ് ആണ് പറയുന്നത്. ട്യൂൺസ് എല്ലാവരും ചെയ്യും, ബാക്കി കാര്യങ്ങൾ അതിനെയൊക്കെ അങ്ങനെ പുറത്ത് അദ്ദേഹമാണ്. അപ്പോ പക്ഷെ മാഷ് അങ്ങനെയല്ല, വളരെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ ഒരു സിംഗർ, ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ആ ഗുരുദീപം റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മാഷ് പാടിക്കൊടുത്ത ഒരു വരിയുണ്ട്. അപ്പൊ അത് സിംഗർ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ ചെറുതായിട്ട് എവിടെയോ ഒരു എക്സ്ട്രാ സംഗതി അദ്ദേഹം ഇട്ടു. അപ്പൊ മാഷ് പറഞ്ഞു, അത് വേണ്ട, ഞാൻ പാടിത്തന്ന പോലെ മതി, അതിന് അത്രയേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ഗുരുകൃതിയാണ്. അനാവശ്യം ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അദ്ദേഹം തന്നെ പറയാറുണ്ടല്ലോ, ഇപ്പോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പാട്ട്, അത് എക്സ്ട്രാ ഓർഡിനറി മ്യൂസിക്കൽ ഒരു സംഭവം അല്ല അത്. കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്യൂണാണ്. അതൊരു കുറെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് മ്യൂസിക്കൽ ടച്ച് കൊടുത്തിട്ടുള്ളൂ, ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ ട്യൂൺ കൊണ്ട്. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അതിന്റെ മെസ്സേജ് ക്ലിയർ ആവണം, ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മനുഷ്യൻ അത് മതി, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇവിടെ. കാരണം അതാ മ്യൂസിക്കൽ ഇതിലേക്ക് പോകുന്ന ആളുകൾ അതെ. അതെനിക്ക് ഭയങ്കര അങ്ങനത്തെ ചില വ്യൂ പോയിന്റ്സ് ഉണ്ട് മാഷിന്റെ. അത് എനിക്ക് അത്ഭുതമായി തോന്നി. കാരണം പലരും ഈ കോമ്പോസിഷൻ മാക്സിമം കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കുന്ന കമ്പോസിഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ ഭയങ്കരമായിട്ട് നമുക്ക് ഇത് ഭയങ്കര സംഭവം, ഇന്ന രാഗത്തിൽ, അപൂർവ രാഗത്തിൽ ചെയ്ത ഇതൊന്നുമില്ല. രാഗം തന്നെ മാഷ് പറയും, ട്യൂൺ ചെയ്യുമ്പോൾ ഒരു രാഗം വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു രാഗം എന്നത് ചെയ്യാന്ന് വെച്ചിട്ടൊന്നും അല്ല. അപ്പൊ അത് ആ ലിറിക്കൽ ക്വാളിറ്റി, അല്ലെങ്കിൽ ഓരോ വേർഡിന്, ഓരോ അക്ഷരത്തിനൊക്കെ പുള്ളി കോമ്പോസിഷൻ അനുസരിച്ച് ട്യൂണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേൾഡ് മ്യൂസിക്കിൽ തന്നെ അതൊരു അപൂർവതയായിരിക്കും തോന്നുന്നു. Most definitely. Now, some songs came to my mind when you said the thing about him putting a specific tune that, you know, exactly fits the lyrics, not just from even a lyrical context, but even I know you just mentioned, like, in terms of him composing a song about in the mind with a ragam, usually that is not the case, right? It'll fit into the ragam, it'll gradually adjust into it. But some songs like Harikamboji, I mean, I don't know if I probably didn't intended to compose in Harikamboji, but it's in pure Harikamboji. പാടി അനുരാഗമാസ്മരഗാനം. Then like the one specific line,
Like I love that song, but ശ്രുതിയും ലയവും താളവും ഇണങ്ങിയ സുമധുര ലളിത ഗാനം. That only he can do, and I like you said, he was the emperor of every single composition. ഈ പാട്ടിനെ പറ്റി നവനീത് ഒരു രസമുള്ള കഥയുണ്ട്. ഈ പാട്ട് Please do share. ആ പാട്ട് അതെന്താന്ന് വെച്ചാൽ അത് ബിച്ചു ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അതായത് ദാസേട്ടൻ ഹിന്ദിയിൽ ആലാപ്പ് എന്ന് പറഞ്ഞ സിനിമയില് പാടി വരികയാണ്. ജയദേവ് കമ്പോസ് ചെയ്ത് കോയി ഗാത്ത മേ സോ ജാത്ത എന്ന പാട്ട്. ആ റെക്കോർഡ് പുള്ളി ബോംബെന്ന് കൊണ്ടുവന്നു, ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നു. ബിച്ചു ചേട്ടനൊക്കെ കേൾപ്പിച്ചു. ഈ പാട്ട് ആദ്യമായിട്ട് ദാസേട്ടനാണ് ഈ റെക്കോർഡ് വെച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ ആലാപ്പിൽ പാടിയ പാട്ട്. അപ്പൊ ഈ പാട്ട് ഹരിവംശ് റായ് ബച്ചൻ എഴുതിയതാണ്. അമിതാഭ് ബച്ചന്റെ ഫാദർ എഴുതിയ പാട്ടാണ്. ജയദേവ് കമ്പോസ് ചെയ്ത് അസാധ്യമായിട്ട് ദാസേട്ടൻ പാടിയിട്ടുണ്ട്, കോയി ഗാത്ത മേ സോ ജാത്ത. അപ്പൊ ഈ വരികള് അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി. ബിച്ചു ചേട്ടന്റെ കോയി ഗാത്ത മേ സോ ജാത്ത ആ വരികൾ വെച്ചിട്ടാണ് പുള്ളി ആരോ പാടി എന്നുള്ള വരികൾ എഴുതി. ആ പല്ലിനെ മാത്രം ബിച്ചു ചേട്ടൻ തന്നെ പറഞ്ഞ രസമായിട്ടുള്ള ഒരു വരി. അപ്പൊ ഈ വരികള് അടുത്ത പടത്തിന് മാഷാണ് അടുത്ത പടം കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ മാഷ്ക്ക് ഈ വരികൾ കൊടുക്കും. മാഷ്ക്ക് ഈ പാട്ട് കേട്ടിട്ടുമില്ല, ഹിന്ദി പാട്ടും കേട്ടിട്ടില്ല, ഇതൊന്നും അറിയില്ല, ഇതിന്റെ പിന്നിലെ കഥയൊന്നും അറിയില്ല. മാഷ് അത് കമ്പോസ് ചെയ്തപ്പോ പെട്ടെന്ന് ഓർമ്മ നീ കോയി ഗാത്ത എന്നുള്ള പാട്ടാന്ന് പറയും ബിച്ചു ചേട്ടൻ. കോയി ഗാത്ത എന്നുള്ള പാട്ടും ആ തുടക്കം എന്തോ യാദൃശ്ചികമായിട്ട് അത് എടുത്തു വന്നു. കാരണം ലെജൻഡ്സ് ഒരേപോലെ ചിന്തിക്കുന്നത് വെച്ചിട്ട് അതുകൊണ്ടായിരിക്കും. അതെ അതെ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് കേട്ടോ. ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് ആ പാട്ട്. Definitely. And I would actually like to elaborate on a point that you made earlier about the orchestra, right? Because usually most other composers, they would, usually Shaker Sir or another arranger would mold it, and then they would make the main tune, and then Shaker Sir would establish the framework or the arrangement around it. But Devaraja Mash wasn't like that. And I've always noticed in his orchestral pieces, I've heard, so many legends have played under Devaraja Mash in his songs. I think N. Ramani Sir has played in quite a few of his songs, if I'm not wrong. Chitti Babu as well, if I'm not wrong, he played in Shangu Pushpam. So did he ever tell you any more details like that? അങ്ങനത്തെ കാര്യങ്ങൾ ധാരാളം പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഇതൊക്കെ ദാസേട്ടൻ പറഞ്ഞിട്ടാണ് എനിക്ക് അറിവ്. ഈ ബാബു എന്നൊക്കെ പറയുന്നത് ധാരാളം ആൾക്കാർ പാടിയിട്ടുണ്ട്. ഈവൻ നമ്മളെ ശങ്കർ, വൈദ്യനാഥൻ, സുബ്രഹ്മണ്യം, അതെ അവര് മൂന്നുപേരും വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സിനിമയില്. അപ്പോ പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ ഈ ഓർക്കസ്ട്രേഷന്റെ ഭാഗമായിട്ട് അല്ല. ഒരു ലെജൻഡ് വായിച്ചു എന്ന് വെച്ചിട്ട് പാട്ട് അതിനനുസരിച്ച് മാറൊന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ അണിയറയിലെ പാട്ട് അനഘസങ്കല്പ ഗായിക എത്ര സിമ്പിൾ ആയിട്ട് അതിന്റെ ഓർക്കസ്ട്രേഷൻ വളരെ ഒന്നോ രണ്ടോ ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പൊ ആ വൈബ്രഫോൺ എത്ര മനോഹരമായിട്ടാണ് അതിൽ ജെല്ല് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രേ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ. വെറുതെ ഓവറായിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഗുണസിംഗിനെ പോലുള്ള ഫ്ലൂട്ടിസ്റ്റുകള്, പണ്ഡിറ്റ് ജനാർദ്ദൻ, സിത്താറിസ്റ്റ്, ഇവരൊക്കെ ആ അദ്ദേഹത്തിന്റെ ഒരു ഓവറോൾ പ്ലാനിൽ അങ്ങനെ ജെല്ലിയാണ്. അവരുടെ കോൺട്രിബ്യൂഷൻസ് അതിൽ ബ്ലെൻഡ് ചെയ്ത് വരുന്നു. Because all their parts they're playing exactly the way Devaraja Mash told them to play. അതെ അതെ. അപ്പൊ കൃഷ്ണകുമാറൊക്കെ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകൾ ഈ സിത്താറൊക്കെ വായിക്കുമ്പോ എങ്ങനെയാണ് സിത്താറിന്റെ ടോൺ വരേണ്ടത്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് മാഷിന്റെ പാട്ടുകളിലെ തബല അതിന് ടോൺ ഒരു ഡിഫറെന്റ് ടോണാണത്. എന്താ നമുക്ക് ഒരു പള്ളിമണിയൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അമ്പലത്തിലെ മണികളുടെ ഒക്കെ ഒരു ശബ്ദം പെട്ടെന്ന് ഓർമ്മ വരും. അതിന്റെ ആ തബലയുടെ ആ ടോണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക ടോണാണ് എന്റെ തബല. എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും ഒരു ദേവരാജൻ സ്റ്റൈൽ അതില് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ ചെവിയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും ആ പാട്ടുകളുടെ ഇന്റർലൂഡ്സും നമ്മൾ പാടിപ്പോവും അറിയണ്ടേ. നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോ ഇന്റർലൂഡ്സും അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പാടിപ്പോവും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. Absolutely. I agree with you wholeheartedly. Are there any other personal anecdotes about Devaraja Master's musical journey, not just even as a film composer, but many people don't know, but he did ധാരാളം കച്ചേരികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. For many years, for an extended period of time before he went into composing for dramas and for films. Did he ever tell any details about that to you, or do you have any experiences of sharing that information with him? കച്ചേരികളെ കുറിച്ചൊന്നും മാഷ് എൻ്റെ അടുത്ത് സംസാരിക്കും. കാരണം എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിലൊന്നും അത്ര വലിയ വിവരില്ലെന്ന് മാഷ്ക്ക് അറിയാം. ഞാൻ തന്നെ മാഷെടുത്ത് പറയും, മാഷുടെ സ്വത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ മായാമാളവ ഗൗളരാഗം എന്ന് പറഞ്ഞൊരു
ഒരു കൃതി, ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, മായാമാളവ രാഗം. അതിൽ കുറെ രാഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ പാട്ട് കേട്ടിട്ടാണ് എനിക്ക് കുറെയൊക്കെ ഈ രാഗങ്ങളുടെ, ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് ശരിക്കും ഒരു യൂണിവേഴ്സിറ്റിയാണ്. Yeah. ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന രാഗം, നീലാംബരി ഇന്നതാണ്, ഇതൊക്കെ നമുക്ക് അതെ 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 ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മാഷ് അങ്ങനെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് അങ്ങനെ അന്വേഷിച്ചറിയാറുമില്ല. കാരണം പക്ഷെ കച്ചേരികളെ പറ്റി അദ്ദേഹം പറയാറുണ്ട്. ആദ്യകാലത്ത് കച്ചേരിയായിരുന്നു പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അദ്ദേഹത്തിന്റെ അച്ഛനും അതായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം മാഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും നമ്മൾക്ക് പലരും ചിന്തിക്കാറുണ്ടോ എന്നറിയില്ല. ഇപ്പൊ നമ്മളിപ്പോ വൈകുന്നേരമൊക്കെ വീട്ടിലൊക്കെ ചെല്ലുന്ന ചില കൃതികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കണി കാണും നേരം കമല നേരം, ഇത് ശരിക്കും പറഞ്ഞാൽ അത് ട്രഡീഷണൽ ട്യൂണല്ല, അത് മാഷിന്റെ ട്യൂണാണത്. കാരണം ആ മാഷ് അത് സിനിമയ്ക്ക് വേണ്ടി, അത് ജനങ്ങൾക്ക് ട്രഡീഷണൽ എന്നാണ് ആളുകൾ ചിലപ്പോൾ വിചാരിക്കുക. കാരണം ശരിക്കും പറഞ്ഞ മാഷിനോട് പറഞ്ഞ് നമ്മളൊരു ഭക്തൻ അല്ലെങ്കിൽ പോലും കുട്ടിക്കാലത്ത് നമ്മളെ കേട്ടിട്ടുള്ള, അപ്പൊ അമ്മയുടെ മടിയിൽ കിടന്ന് കേട്ട പാട്ടാണ്. അപ്പൊ അമ്മ വളരെ റോ വോയിസിൽ കണി കാണും നേരം കമലാനേത്രന്റെ ഇങ്ങനെ പാടുന്ന ഒരു ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ഓർമ്മയിൽ നിന്നാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് ചിട്ടപ്പെടുത്തി വേണ്ടും അത് കുറച്ചും കൂടി കണി കാണും നേരം എന്ന് പറഞ്ഞിട്ട് അത് കമ്പോസ് ചെയ്ത് അത് കമ്പോസ് ചെയ്ത് ഭയങ്കര ഹിറ്റായി മാറി. അത് നമ്മുടെ ഒരു എന്താ പറയാ സന്ധ്യാനാമ അല്ലെങ്കിൽ വിഷുവിന്റെ ഒക്കെ അതെ അതെ. അതുപോലെ തന്നെ ഹരിവരാസനം മാഷക്ക് കമ്പോസ് ചെയ്യുന്ന മുന്നേയും അത് ഭജനയായിട്ടൊക്കെ പാടി നടന്നിരുന്നു ആളുകൾ. വേറൊരു ട്യൂണില് ആളുകൾ ഒരു കോറസ് ആയിട്ടൊക്കെ പാടി നടന്നിരുന്നു. അന്നൊന്നും സാധാരണ ആ ശബരിമല സന്നിധാനത്ത് കേൾക്കുന്ന ഒരു ഭജന എന്നതിന് അപ്പുറത്തേക്ക് അതിന് വലിയൊരു ജനപ്രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സുബ്രഹ്മണ്യം സാറിന്റെ മകൻ കാർത്തികേയൻ, അദ്ദേഹം ഒരിക്കല് സന്നിധാനത്ത് പോയി കേട്ട ഈ പാട്ട്, ഈ ഭജന, അപ്പൊ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ സിനിമ വരുന്ന സമയത്ത് അച്ഛനോട് അദ്ദേഹം തന്നെ പറയുകയാണ്, ഈ പാട്ട് ഈ സ്തുതി ഒന്ന് ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ഉറക്ക് പാട്ടാവണമെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല, ഒരു പാട്ട്, ഒരു കൃതി. അപ്പൊ മാഷ ആദ്യം ചോദിച്ചത് അവിടെ കേൾക്കുന്ന ട്യൂൺ എന്താണെന്ന് നോക്കണം, അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളെ കൊണ്ട് വന്ന് പാടിപ്പിച്ച്, ഒരു സ്റ്റുഡിയോയിൽ പോയി പാടിപ്പിച്ചിട്ട് അവിടെ കേൾക്കുന്ന ട്യൂൺ എന്താണെന്ന് മാഷ പാടിപ്പിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് മാഷ് ഫിക്സ് ചെയ്യണം അതിന്റെ അപ്പുറത്തുള്ള ഈ സ്വാമി എന്നുള്ള റിപ്പീറ്റേഷൻ പുള്ളി ഒഴിവാക്കി കളഞ്ഞു. അങ്ങനെ ഉറങ്ങുന്ന, ഇതൊരു ഉറക്കുപാട്ടായിട്ടാണ് ഞാൻ കമ്പോസ് ചെയ്യാൻ പോകുന്നത്, ഉറങ്ങുന്ന ആളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഇത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അത് മധ്യമാവധിയിൽ കമ്പോസ് ചെയ്യുന്നു. അത് മലയാളത്തിൽ കേട്ട എക്കാലത്തെയും മനോഹരമായ ഒരു ഭക്തിഗാനമായിട്ട് മാറി. Arguably one of the most, if not the most beautiful devotional songs. I mean, അതെ, ഭക്തനല്ലാന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നോട് പുകഴേന്തി സാറ് പറയും, പുകഴേന്തി സാറ് ഭയങ്കര ഫാനാണ്, വലിയ മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. രാവിലെ ദിവസവും ഈ ദേവരാജ മാഷ് ഈ വൈകുന്നേരം ദിവസവും ഹരിവരാസനം കേൾക്കും, രാവിലെ മാഷിന്റെ തന്നെ ഹിന്ദു ഭക്തിഗാനങ്ങൾ കേൾക്കുന്നു. കാരണം ഇവർ രണ്ടുപേരും വയലാറും ദേവരാജ മാഷും ഭക്തന്മാരല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭക്തന്മാരല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പുകഴേന്തി സാറ് പറഞ്ഞത്. അപ്പൊ ഇഷ്ടംപോലെ ആളുകൾ ആ പാട്ടുകളെ പറ്റി നന്നായി പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക്. Harivarasam, it's, if you go to Shabarimala, that is the constant tune. It's Devaraja Masha's tune. It's not anyone else's tune. It's only his. And not even just in temples. Ella kacheriilum, pretty much that's what people sing at the end, and that's Devaraja Masha's song. Even other songs like Guruvayur Ambalanadil, people sing that in kacheri so many places. I mean, it's wonderful. Yeah, Kaniyanam Neram as well. എല്ലാം ഭക്തി എനിക്ക് ഭയങ്കര. ഇപ്പൊ ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഇനി ഹിന്ദു ഡിവോഷണൽസ് അല്ല, ക്രിസ്ത്യൻ ഡിവോഷണൽ, ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ നിത്യവിശുദ്ധയാം കന്യമറിയമേ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചേർച്ച്, ചിലതിലൊക്കെ ചേർച്ച് ബെൽസ് വരുന്നുണ്ട്, കൊയറിന്റെ ഇത് വരുന്നുണ്ട്. അറേഞ്ച്മെന്റ് itself, because he only uses organ. ആ പാട്ടിൽ ഓർഗൻ ആണ് മാത്രമേ യൂസ് കറക്റ്റ്. പിന്നെ അദ്ദേഹം തന്നെ പറയാറുണ്ട്, എനിക്കൊരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള പാട്ടുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം എനിക്ക് ആ കൾച്ചറുമായിട്ട് അത്ര പരിചയം. അത് ബാബുരാജാണ്, രാഘവനും ബാബുരാജുമാണ് മനോഹരമായി ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പലരും ഇങ്ങനത്തെ സിനിമയ്ക്ക് കമ്പോസ് ചെയ്യാൻ വേണ്ടി വിളിക്കും സമയത്ത് മാഷ് തന്നെ പറഞ്ഞു ഒഴിയും, ഇത് ബാബുരാജ് ചെയ്താലേ നന്നാവുള്ളൂ. ഇപ്പൊ ഒരു ഒപ്പനപ്പാട്ട്, എന്നാൽ പോലും അദ്ദേഹം നല്ല ഒപ്പനപ്പാട്ട് കസ്തൂരി തൈലമിട്ടൊക്കെ ചെയ്തു, അസല് പാട്ടുകൾ ചെയ്തു, എന്നാൽ പോലും അതിനൊന്നും അതിന് പൂർണ്ണ തൃപ്തിയില്ല എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കൾച്ചർ ഉൾക്കൊണ്ട് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെ തുറന്നു പറയാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നാറുള്ളത്, ഞങ്ങളിങ്ങനെ കോഴിക്കോട്ട് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ബാബുരാജിന്റെ കുറെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അദ്ദേഹം
പറഞ്ഞു. ഇപ്പൊ താമസമെന്തേ വരുവാൻ, അഞ്ജന കണ്ണെഴുതിയൊക്കെ വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. അതോടൊപ്പം തന്നെ ആ മറ്റേ കുപ്പിവെളിയിലെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് അദ്ദേഹം പാടുകയും ചെയ്തു. കൺമണി നീ, ആ പാട്ടിന്റെ ഒരു വരി, 2 വരി അദ്ദേഹം പാടി. അപ്പൊ അത് വേറൊരു കമ്പോസറെ പാട്ട് അദ്ദേഹം ട്രിബ്യൂട്ടായിട്ട് പാടുകയാണ്. അപ്പൊ എനിക്ക് അത്ഭുതമൊന്നുമില്ല, പലരും അങ്ങനെ പാടണമെന്നില്ല, വേറൊരു കമ്പോസറെ പാട്ട് പാടണമെന്നില്ല, പക്ഷെ ഇദ്ദേഹം അത് ഓർമ്മയിൽ നിന്ന് പാടി എന്നുള്ളതാണ്. ഒരു റിസർവേഷനില്ല, ഒരു പ്രശ്നമില്ല, പറയാനുള്ളത് പറയും. That is honesty at its finest. I mean, and honesty and humility as well. I mean, two of the best traits that any human. ഞാൻ എപ്പോഴും പറയും, മാഷെ ഈ പാട്ട് അസാധ്യ പാട്ടാന്ന് മാഷോട് പറയുമ്പോൾ മാഷ് പറയും അതിന് ഇന്ന കുഴപ്പങ്ങളുണ്ട്, അതിന്റെ ചെറിയ എന്ന് മാഷ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് കൂടി നമ്മൾക്ക് പറഞ്ഞു തരും. അത് അത്ര ശരിയായില്ല, കുറച്ചും കൂടി ഒന്ന് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയും. ചില പാട്ടുകൾ ചിലവര് അയാളെ കൊണ്ട് പാടിക്കാൻ, എന്നോട് എപ്പോഴും അവസാന കാലത്ത് പറയാറുണ്ടായിരുന്നു എസ് ജാനകി. ജാനകി അമ്മ മറ്റ് സിംഗേഴ്സ് നോക്കുമ്പോ ജാനകി അമ്മ അധികം പാട്ടുകൾ പാടിയിട്ടില്ല മാഷിന്റെ. നല്ല നല്ല പാട്ടുകൾ പാടിയിരുന്നു. മാനസ സാരസ, അങ്ങനത്തെ നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ജാനകി അമ്മയ്ക്കും വലിയ വിഷമായിരുന്നു ആ കാലത്ത്, അവര് തമ്മിലൊരു ചെറിയൊരു സൗന്ദര്യ പണക്കാണ്. പിന്നെ അവസാന കാലത്ത് മാഷ് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട സിനിമയിൽ ഞാൻ കണ്ട ഏറ്റവും നന്മ നിറഞ്ഞ 3 മനുഷ്യന്മാരുണ്ട്. ഒന്ന് PB ശ്രീനിവാസ്, പിന്നൊന്ന് SP ബാലസുബ്രഹ്മണ്യം, പിന്നെ ഒന്ന് S ജാനകി. ഈ 3 പേരാണ് എനിക്ക് ഇപ്പോഴൊരു വിഷമം എന്താ വെച്ചാൽ എസ് ജാനകിക്ക് കുറച്ചുകൂടി പാട്ടുകൾ കൊടുക്കാമായിരുന്നു എന്ന് ഇപ്പൊ തോന്നാറുണ്ട് എന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും പറഞ്ഞു, ശരിയാണ് മാഷ്, എത്ര നല്ല പാട്ടുകൾ പാടായിരുന്നു, അവർക്ക് ഞങ്ങൾക്ക് കേൾക്കായിരുന്നു എന്നൊക്കെ. അപ്പൊ അങ്ങനെ ചെറിയൊരു പശ്ചാത്താപം ആ സമയത്ത് അദ്ദേഹം പ്രകടിപ്പിച്ച് കേട്ടിട്ടുണ്ട്. And a lot of the songs that Janaki Amma and Devaraja Maharsh did, even though they might be few in number, only 40-50, they're gems. Chandrodayathile Kana Nalla Kinavugal Kondoru Nandanavaniil പൂത്തു 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 നിൽക്കും, അത് അരുവി അരുവി, നല്ല പാട്ടുകളാണ്, ചില പാട്ടുകളാണ്. So specifically, you're talking about Devaraja Master's songs, right? Out of all of Devaraja Master's everlasting compositions, specifically going to that, what are some of your favorite compositions of his? അയ്യോ നവനീത, അത് ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാല് ലോട്ട് ഓഫ് സോങ്സ് ആർ എൻറ്ററിങ് മൈ മൈൻഡ്. അതൊരു 1 by 1 ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മോമെന്റിൽ ഏത് പാട്ടാന്നേ പറയാൻ പറ്റും. നെക്സ്റ്റ് മോമെന്റിൽ ചിലപ്പോൾ വേറെ പാട്ടുകളായിരിക്കും ഇഷ്ടം. ഈ മോമെന്റിൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്ന പാട്ടുകളെ പറയാൻ പറ്റില്ല, അത്രയും പാട്ടുകളാണ്. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് മധുമതി മധുമതി ഇത്ര നാളും നീയൊരു ചുംബിത പുഷ്പമായിരുന്നു മധുമതി. എനിക്ക് ആ പാട്ട് എത്ര കേട്ടാലും മതിയാവാത്ത ഒരു പാട്ട്. അതുമാതിരി ഫേവറേറ്റ് സോങ് അത് പാട്ടത്. അതുപോലെ ഉറങ്ങിക്കിടന്ന ഹൃദയം ഉമ്മ വെച്ച് ഉണർത്തുകയാണ് ശരിക്കും. Definitely, like the definition of putting a tune to a lyric. അതെ അതെ. അതുപോലെ ഹിമവാഹിനി ഹൃദയഹാരിണി നിനക്കോ എന്റെ പ്രിയമുള്ളവൾക്കോ മാദക സൗന്ദര്യം. അല്ലേ, അതിന്റെ ഫീമെയിൽ വേർഷൻ എനിക്ക് ഇഷ്ടമായി. ഹിമവാഹിനി എന്ന് പറഞ്ഞിട്ട് സുശീലാമ്മ പാടിയ പാട്ടുണ്ട്, അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. പിന്നെ ജയേട്ടൻ പാടിയ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട്, തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ടത് കെട്ടിപ്പിടിച്ചേനെ ഞാൻ, ആ കെട്ടിപ്പിടിക്കുന്ന അതാണ് സാധ്യത. അത് മാഷക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണത്, ക്രിയേഷൻസ്. അതെ. അതുപോലെ മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങും. പിന്നെ ജാനകിയമ്മ പാടിയ ചില ഇപ്പൊ പൂത്തു 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 നിൽക്കും ആ പാട്ട്. പിന്നെ മാനസ അതെ അതെ. സുശീലാമ്മയാണ്, ശീലാമ്മ പിന്നെ മാധുരി, ഇവർ രണ്ടുപേരുമാണ് മാസ്റ്റർ ഫേവറേറ്റ് സിംഗേഴ്സ്. മാധുരിയമ്മയുടെ കല്യാണി കളവാണി എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്, നീലാംബരി രാഗത്തില്. അതെ അതെ, എനിക്ക് പൊട്ടുകുത്താൻ ഇഷ്ടമാണ്. അപ്പൊ
ധാരാളം പാടി. എനിക്ക് ഒന്ന് നവനീത് വെറുതെ ഇന്റർവ്യൂ ചെയ്ത്, ഞാൻ നവനീതിനെ ഇന്റർവ്യൂ ചെയ്യാണ് ഇപ്പോ. നവനീത് എനിക്കൊരു ഫേവറേറ്റ് സോങ് പാടിത്തരണം. Definitely, definitely. Yeah, this is എനിക്ക് ഭയങ്കര ഇഷ്ടമായുള്ള ഒരു പാട്ടാണ്. Of course, ദേവരാജ മാഷ് ചെയ്ത്, വയലാർ സാർ എഴുതിയത്, യേശുദാസ് സാർ who sang it beautifully. അഗാധ നീലിമയിൽ അപാര ശൂന്യതയിൽ. സാധ്യ പാട്ട്. അതെ അതെ. അഗാധ നീലിമയിൽ അപാര ശൂന്യതയിൽ കാലം കനകക്കിനാവുകളാലെ കടലാസ് കോട്ടകൾ തീർക്കും, ഓരോ കടലാസ് കോട്ടകൾ തീർക്കും. അഗാധ നീലിമയിൽ അപാര ശൂന്യതയിൽ കാലം കനകക്കിനാവുകളാലെ കടലാസ് കോട്ടകൾ തീർക്കും, ഓരോ കടലാസ് കോട്ടകൾ തീർക്കും. അറിയാതെ അറിയാതെ അഭിലാഷങ്ങൾ അതിനുള്ളിൽ മേഞ്ഞു നടക്കും, മോഹം മലർമഞ്ചലേറി നടക്കും. ഒരു കൊടുങ്കാറ്റത് തല്ലിത്തകർക്കും, വിധിയുടെ മൗനവിനോദം ഇത്, വിധിയുടെ മൗനവിനോദം. അഗാധ നീലിമയിൽ. ഓ ഗംഭീരായി ഗംഭീര. അഗാധ നീലിമയിലെ ആ അഗാധ നീലിമയൊക്കെ പുള്ളി കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്തായാലും അതിന്റെ ആഴം. എനിക്ക് ആ സാമ്യമാകുന്ന ഒരു ഉദ്യാനം കൂടി കേൾക്കണമെന്നുണ്ട്. Oh, definitely. Yeah, please forgive me for any mistakes if I made in this. My voice hasn't been feeling the greatest, but yeah, thank you. കുഴപ്പമില്ല, നമുക്ക് ഞാനൊക്കെ അങ്ങനെ പാടുന്നില്ലേ, അതിലും ഇതാണോ എന്റെ ഒരു ധൈര്യം. I love that last stanza. ഓരോ കടലാസ് കോട്ടകൾ തീർക്കും. അച്ഛനും ഞാൻ ഈ പാട്ട്, when we always hear this song, like my dad always like, he always ironically points out ആ line, കടലാസ് കോട്ടകൾ തീർക്കും. Genius line. അതെ അതെ. Yeah, definitely Sama Mandyanam I can sing. സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ, നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി. സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ, നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി. സാമ്യമകന്നോരുദ്യാനമേ മഞ്ജുതരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ, മഞ്ജുതരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ, ലാവണ്യവതികൾ ലാളിച്ചു വളർത്തും ദേവഹംസങ്ങളെ, ലാവണ്യവതികൾ ലാളിച്ചു വളർത്തും ദേവഹംസങ്ങളെ, നിങ്ങൾ ദൂതുപോയൊരു മനോരഥത്തിലൻ ദേവിയുണ്ടോ
ദേവി വാ വാ വാ. സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ. ഓ, സാമ്യം അകന്നൊരു പാട്ട് തന്നെ കേട്ടത്. സാമ്യം അകന്നൊരു പാട്ട്. It's a genius composition, especially a Karaharapriya ragatil. Usually, like when Karaharapriya Kirtanam, if you sing Kriti, Pakala, Padasani Dani Pada, it always starts from Pa, even in film song. But Devaraja Master Karaharapriya, the way he uses it is very, very different. Even ഹിമവാഹിനി ഹൃദയഹാരിണി നിനക്കോ എൻ്റെ പ്രിയമുള്ളവൾക്കോ മാദക സൗന്ദര്യം ഓ Himavahini, like different ways of it, because he uses Kafi too, because Karaharapriya and Kafi are Karaharapriya in Carnatic, and then Kafi is one of the 10 thoughts in Hindustani music. Sarigama padani saridabamagara. Genius. ഈ ടെക്നോളജിയിൽ പുള്ളിയുടെ ഈ ടെക്നിക്കാലിറ്റീസ് ഉണ്ടല്ലോ, രാഗത്തിന്റെ ടെക്നിക്കാലിറ്റീസിൽ പുള്ളി സോളും കൂടി ഇടും. Yeah. ഒരു സോൾ അതിൽ മിക്സ് ചെയ്യും ഈ രാഗത്തില്. അപ്പൊ ഈ രാഗം വേറൊരു ഫ്ലേവർ, വേറൊരു കളറിലേക്ക് മാറും. അല്ലാതെ നമുക്ക് സെയിം രാഗത്തിൽ ചെയ്യാം. അപ്പൊ ഒരേ രാഗത്തിൽ ഒരേ കീർത്തനങ്ങളുടെ അതേ ട്യൂണിൽ ചെയ്യാൻ പറ്റും. മാഷ് ഒരിക്കലും ആ വഴി പോവില്ല. ആ രാഗത്തില് മാഷ് ആത്മാവിന്റെ ഒരു അംശം ചാലിച്ചങ്ങിടും. അതാണ് ആ പാട്ടിന്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നവനീതിന് എങ്ങനെ ഈ ജയറാം മാഷോട് ഇത്രയും ഭ്രമം തോന്നാൻ കാരണം? I mean, എൻ്റെ ദൈവമാണ് സംഗീതത്തിൽ. അത് എൻ്റെ ഗുരുക്കുമാരുണ്ട്, പിന്നെ ദേവരാജ മാഷ്. അങ്ങനെ ദേവരാജ മാഷ്, the way I got fascinated with his music early on was അച്ഛൻ അമ്മ, they love music, right? So I think dad used to, he likes Indian classical music, he loves Hindustani music, Carnatic music. Then മലയാളം പാട്ടുകൾ കേൾക്കുമ്പോൾ മിക്കവാറും ദേവരാജ മാഷ് ആയിരുന്നു, intentionally and unintentionally, because in terms of, my dad he loves Yeshdas sir, I love Yeshdas sir's voice as well. And then a lot of the songs that we would always hear Devaraja Master, Vailar sir and Yeshdas sir, that combination. So I became very, very interested. Who was composing these songs? And then Achan Paranju, Devaraja Mash. And so I kept on asking more and more questions, because these are the songs I would sing at competitions and at events. And then I began digging into Devaraja Mash more and more. I was astounded, because I learned of his history through drama songs, his, how his, how Paravur contributed to his musical history, how his, growth in a pastoral upbringing made him compose so many beautiful songs. Like I've heard even Kattadichu, the one thing that, there were a couple of incidents, if I'm able to share, that made me realize Devaraja Mash is Devaraja Mash and no one can be Devaraja Mash. There are some incidents. ഒരു പ്രാവശ്യം, after I did a Hindustani classical concert, the tabali that was accompanying me, he's based in California. So me and my dad actually took him back to our house, and we talked about music and things like that. When we were talking, we asked, do you know any music directors from the South? And he said, rendu perana parnathu, Ilayaraja sir and Devaraja master. That is when my mind became even more and more interested towards his creations and his musical prowess. And then it was also the number of ragas that he did. I made a list of how many ragas that he used, and he used around 120. And a lot of them are rare ragas as well. Even like Vennayo Vennilavuranyado Velutta Penne Ninde Pumeni. Like that's in Gavadi raga. Like it's a Hindustani raga. Sagama pani sa sadama pagamare sa Vennayo. It's astounding to me. And Asamitha, like to use it the way he did at that time, like you said, sir, he was innovative, he was a visionary, and he was ahead of his times. And Raj Kedar, Raj Kedar.
Raj Kedar, കുറേ yeah. രാഗം. അതെ അതെ അതെ. He used കുറേ Jaladhar റെയർ Kedar. രാഗം. Jaladhar Kedar, Kedar, I Kedar. think he might be the only music director in India to ever use that raga. അതെ അതെ Because ശരിയത്. it's a very very rare raga. Only in certain gharanas they sing it in Hindustani music, but ഉം, ഉം, ഉം. he's an emperor of music. പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കും അദ്ദേഹം ഇല്ലാത്ത ഒരു കാലം എന്റെ ജീവിതത്തിൽ ഇല്ല. കാരണം ഞാൻ ദിവസവും ഏതെങ്കിലും ഒരു പാട്ട് ദേവരാമാഷ പാട്ട് കേൾക്കും നമ്മൾ അറിയാണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ മൂളും, അല്ലെങ്കിൽ നമ്മൾ കുളിമുറിയിൽ ചിലപ്പോൾ പാടിയെന്നിരിക്കും. Right, yeah. അപ്പൊ എപ്പോഴും ദേവരാമാഷ കൂടെയുണ്ട്. വൈഫ് ഇടയ്ക്ക് വിളിക്കും, മാഷ അമ്മ വിളിക്കുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര എമോഷണൽ ആവും. കാരണം നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും നന്മ നിറഞ്ഞ മനുഷ്യന്മാരെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ട് വരും. ഒരിക്കലും നമുക്ക് എത്ര ചീത്തൊക്കെ കേട്ട് കാണും പുള്ളിയുടെ അടുത്ത്, പക്ഷെ ഒരിക്കലും എന്നെ ഒരു ചീത്ത പറഞ്ഞു. അതായത് റെക്കോർഡിങ് സമയത്ത് ഗുരുദീപം റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുക, കൺസോളിലിരിക്കുക, ഞാനും റെക്കോർഡിസ്റ്റ് കരുണാരൻ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, അത് കേട്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പുള്ളി ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനും കരുണാരൻ എന്നെ വിളിച്ച് പുറത്തേക്ക് പോകാറുണ്ട്. ഞാനും കരുണാരനും കൂടി ഇറങ്ങി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡോർ ഇങ്ങനെ ചെറുതായിട്ട് അടഞ്ഞേ ഉള്ളൂ, സ്ലോ ആയിട്ട്. പക്ഷെ പിന്നെ ഞാൻ അറിഞ്ഞു മാഷുടെ ആ കോൺസെൻട്രേഷൻ, അത് മാഷ് ഉടനെ ഒരാളെ വിളിച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് നല്ല ചീത്ത, നിങ്ങൾക്കറിയില്ലേ ഇത് കമ്പോസിങ് നടക്കില്ലേ, ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോകാൻ പാടുമോ, ഞാനിത് ശ്രദ്ധിച്ച് കേട്ടിരിക്കില്ലേ, കരുണാകരൻ ഇവിടെ ഉണ്ടായിട്ടില്ലേ, നിങ്ങൾ പറയണ്ടേ, ഇയാൾക്ക് വിവരമില്ലെന്ന് വെച്ചിട്ട് കരുണാകരൻ പറയണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ പെർഫെക്ഷനിസ്റ്റ് ആണ് പുള്ളി. He was 100% dedicated to his profession. അത് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. പക്ഷെ നല്ല മനുഷ്യനാണ്, അതാണ്. Shuddha Manishan. Nalla Manishan. Ade, Shuddha ade. Manishan. Ade, ade. Even certain, I always think, if I may, I don't know if you, I'm sure you might think this too, sir. Like, when you hear Devaraja Master or composition Kelkumbor, like when you hear, especially Sami Udyaname, I always think, even Tunjambarmile Tatte, I think maybe that's how he sung it in a Kacheri. Kacheri Langane the party of the Mani Veenagal Meetiya Tatte Sangalpa Sangeetha Swargam Teertha Changambuzhayude Tatte. That is. ഈ കൊഞ്ചിക്കുഴഞ്ഞ് അതൊന്ന് പാടുക. ആ കൊഞ്ചിക്കുഴയുന്ന ഒരു പോർഷൻ ഉണ്ടായില്ലേ, കൊഞ്ചിക്കുഴയും അല്ലേ, അടുത്ത വരിയില്ല, അടുത്ത ഈ കളിത്തട്ടിലിരിക്കാം പോരൂ ഇത്തിരി നേരമെന്തത്തെ തെങ്ങില നീരു തരാം ഞാൻ കുളിർ തെന്നലിൻ ചാമരം വീശാൻ മണ്ണിൽ വിരിയുമഴകിൻ കൊച്ചുമഞ്ചാടി മാല തരാം ഞാൻ മണ്ണിൻ്റെ ആത്മാവിൽ നിന്നും ഒരു പൊന്മുത്തെടുത്തു തരാം ഞാൻ. ഇതൊക്കെ അദ്ദേഹം ടീനേജിൽ, അതായത് 20s-ല്, ഏർലി 20s ആണ്. അതെ അതെ, ബലികുടീരങ്ങളൊക്കെ എത്ര ചെറുപ്പമാണ് അദ്ദേഹത്തിന്. വളരെ ഏർലി 20s-ലും ചെയ്ത പാട്ടുകളാണ് അതൊക്കെ എന്നുള്ളതാണ്. ഇപ്പോഴും ഇത്രയും കൊല്ലത്തിന് ശേഷവും ബലികുടീരങ്ങളെ കേൾക്കുമ്പോൾ നമുക്ക്, and we're still hearing it to this day. That's the beauty of those songs. They're timeless in its most like essential factor. Because even I think like ഈ സാമ്യദ്യാനമേലെ കരഹരപ്രിയ, maybe that's how he sang കരഹരപ്രിയയിലെ ഒരു കൃതി അങ്ങനെയാണ് കച്ചേരിയിൽ പാടിയത്. That's what I feel. ലാളിച്ചു വളർത്തും. I mean, who else can? Because I heard he was very influenced by GNB. A lot of people have told me GNB that was his main. അതെ അതെ. പിന്നെ മധുരൈ മണി അയ്യരെ വലിയ ഇഷ്ടമായിരുന്നു. മധുരൈ മണി അയ്യർ, ശരി. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, അതായത് വലിയ കൃഷ്ണ ഭക്തി ഒന്നും ഇല്ലെങ്കിൽ പോലും തായേ യശോദ എന്ന് പറയുന്ന കൃതി ഈ ഇദ്ദേഹം മധുരമണി അയ്യർ പാടുമ്പോ കണ്ണടച്ച് നിന്ന് ഈ ശ്രീകൃഷ്ണൻ വന്നിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യുന്നതായി തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് വലിയ ഭക്തിയൊന്നുമില്ല, പക്ഷെ അതൊരു മ്യൂസിക്കിന്റെ പവറാന്നാ പറയുന്നത്. നമ്മള് ഭക്തനല്ലെങ്കിൽ പോലും മനസ്സിൽ ഈ ഇമേജ് വളർത്താൻ കഴിയാന്നുള്ളത്, അത് മാഷുടെ പാട്ടുകളുണ്ട്. മാഷുടെ ചില ഇപ്പോ മതിരാക്ഷി കേൾക്കുമ്പോ നമ്മൾ ആ മനസ്സിൽ വരുന്ന ഒരു ഭയങ്കര ഒരു രൂപം, ഒരു വിഷ്വൽ എഫക്ട്, അല്ലെ പൊന്നിൽ കുളിച്ച രാത്രി എന്നുള്ള പാട്ട് കേൾക്കുമ്പോ ആ നൈറ്റിന്റെ ഫീൽ അങ്ങ് വരികയാണ് മനസ്സിൽ. ആ നൈറ്റ്, നിലാവ്, തണുപ്പ്, അതിന്റെ എന്താ പറയാ ഭയങ്കര മരം കോച്ചുന്ന തണുപ്പ്, അതിലെ പ്രണയം, ഇതൊക്കെ ഒരു വാക്കുകളിലൂടെ ട്യൂണിലൂടെ ഫീൽ ചെയ്യിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്.
Actually, there's a funny incident. Both my parents told me ഈ സന്യാസിനിയും കുറെ അങ്ങനെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ കരയും ചെറുപ്പത്തില്. Like you feel like crying because I don't know, something about that song, especially like That's because you have a music lover as well as a romantic inside you. I'm hoping so. നവനി എത്ര വയസ്സായി ഇപ്പോ? എത്ര വയസ്സായി? I'm 18. 18. But 18 doing 80s. you can put it that way, yeah, precisely. Now, Achin Eprum, he used to play these songs a lot, right? Arigil, Sumangali ni ormikkumo, Aayram Paasang. I mean, the classics, then even the rarer songs like Aro Paadi. Then Kareharappri, and that he composed Kareharappri in so many different ways too. One song that I used to hear a lot, Muttinu vendi munganguri mukkilittu njan chippi. Like that's Kareharappri too, but I mean no one notices it, but it's wonderful, yeah, absolutely. ഏതായാലും എനിക്ക് വലിയ സന്തോഷമായി, കാരണം നവനീതോട് സംസാരിക്കുമ്പോൾ മാഷ വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ ഇങ്ങനെ മാഷിന്റെ രൂപം, മാഷ സംസാരമൊക്കെ, മാഷ് നവനീതിനെ കണ്ടിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു മാഷ്. ആ കാലത്ത് നവനീതിനെ പോലെ ഒരായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മാഷ് പറയായിരുന്നു. മാഷ പാട്ടുകൾ ഇത്രയും നന്നായിട്ട് അത് റിസർച്ച് ചെയ്ത്, അത് റിസർച്ചിന് വേണ്ടി ചെയ്യുന്നതല്ല, that's because they are part of your heart, അല്ലേ, part of your life. It's a part of my life. It is a part of my life. ഞാനിങ്ങനെ റിസർച്ച് ചെയ്യാന്ന് വിചാരിച്ച് പോണല്ലോ. അപ്പോ അതിങ്ങനെ വരികയാണ് നാച്ചുറലി. ആ സോങ്സ് നവനീതിന്റെ മനസ്സിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ വലിയ സന്തോഷമായിരുന്നു. എനിക്കെപ്പോഴും ആലോചിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു മീറ്റിംഗ് എങ്ങനെയായിരിക്കും ഞാനിപ്പോ സങ്കല്പിക്കുന്നത്. You know, if I think about that, I'll get sad. I'll get emotional. Now, I wish if there's one other person I could see in another life, it is no one but Devaraja Mash. No one. He's my idol in music, and especially you so you mentioned about how, like, I mean, of course the good deeds that he did, but I've heard from many other musicians that he taught എങ്ങനെയാണ് ഒരു കലാകാരൻ, how should one live their life properly, and that is because even more than I mean he was a maestro musician. ഞാൻ മാഷടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാഷെ എങ്ങനെ മാഷ് ഇത്ര കാലം വലിയ പ്രശ്നം, കാരണം ഇതുമാതിരി ഔട്ട്റൈറ്റ് ആയിട്ട് ആളുകളുടെ മുഖത്തടിച്ച മാതിരി സംസാരിക്കുന്ന ഒരാള് ഇത്ര കാലമായിട്ടും ഇങ്ങനെ പോകുന്നുണ്ടോ, വലിയ കുഴപ്പമില്ലാതൊക്കെ പോയിട്ടുണ്ടല്ലോ. മാഷ് പറഞ്ഞു അത് മതി എനിക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ ആരെയും, എനിക്ക് ദൈവത്തിലെ വിശ്വാസത്തിന്റെ ഒരു കാരണം പുള്ളി പറഞ്ഞ, എനിക്ക് എന്തിനാ ഞാൻ ദൈവത്തിനെ ഭയപ്പെടുന്നത്, കാരണം ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ആരുടെയും അവസരങ്ങൾ തട്ടിയെടുത്തിട്ടില്ല, ഞാൻ ആർക്കും ഒരു ഭീഷണിയായിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്റെ വഴിക്ക് പോകുന്നു, എന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, ആരെയും അപ്പൊ എന്തിനാ നമ്മൾ ദൈവത്തിനെ പേടിക്കണെന്ന് ചോദിച്ചിട്ടുണ്ട് പുള്ളി. അപ്പൊ അതുമാതിരത്തെ ലൈഫാണ്. അങ്ങനത്തെ ആൾക്കാർ ലോകത്ത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി നവനീത്. അപ്പോ നമുക്ക് അതെ ഇത്രയും എന്നെ സഹിച്ചല്ലോ നവനീത്. No. It's my honor to be able to interview a person like you, sir. Thank you so much for agreeing to this. And I think the fact that we're talking about Devaraja Master right now, I would say 16 years after his passing, but we're talking about songs like Baligudi Ringale, Tunjam Barbale Tatte, Samudyaname, you know, so many years after its birth. I think that is a testament to the fact that Devaraja Master, even if he has passed away 16 years ago, he lives in our hearts. He lives on. He's living through, I think, everyone that appreciates his music. Yeah. Thank you.